പറയൂ തരുൺ. ഇത്രയും ലാലേട്ടനെ പോലെ നമ്മളെല്ലാരും പ്രതീക്ഷിച്ചിരിക്കുന്ന സിനിമയാണ് വരാനിരിക്കുന്നത്. അതിന് മുന്നോടിയായി ദേശീയ തലത്തിൽ അങ്ങ് തിളങ്ങി നിൽക്കുമ്പോൾ ഒരു സംവിധായകൻ എത്രത്തോളം സന്തോഷിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം, സിനിമാ പ്രേമികൾക്കും. ഞാൻ ലാലേട്ടന്റെ പടത്തിന്റെ എഡിറ്റിന്റെ ഇരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ നിരന്തരം ഫോൺ വന്നപ്പോഴാണ് എന്താണ് സംഭവം, ഞാൻ ആക്ച്വലി ഇത് മറന്നും പോയി. അപ്പം മറന്നുപോയി, ദേശീയ പുരസ്കാരത്തിനൊക്കെ അയച്ചിട്ട് മറന്നു പോകുന്നു തരുൺ. അല്ല, ഇത് വൈകുന്നേരം 5 മണി എന്നുള്ള രീതിയിലാണ് നമ്മൾ കണക്കൂട്ടി. ആദ്യം 3 മണിയായിരുന്നു, പിന്നീട് 1:30 മാറ്റിയതാണ്. ഓക്കെ. എന്തായാലും സന്തോഷമുണ്ട്, ഭയങ്കരമായ ഉത്തരവാദിത്വമുണ്ട്. എനിക്ക് ഒരുപാട് പേരോട് നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ കൂടുന്ന ഉർവശി എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ഹൗസ്, സന്ദീപേട്ടൻ, ഹരിച്ചേട്ടൻ, അവരെ അങ്ങനെ എല്ലാരും പെട്ടെന്ന് കമ്മിറ്റ് ചെയ്യുന്ന ഒരു സിനിമയുടെ കഥാതന്തുവൊന്നുമല്ല. അപ്പൊ അതിന്റെ ഒരു ക്രക്സ് മനസ്സിലാക്കി, അതിന്റെ എസ്തെറ്റിക്സ് മനസ്സിലാക്കി, ആ സിനിമയുടെ ആവശ്യം മനസ്സിലാക്കി കൊടുക്കുന്ന നിർമ്മാതാക്കൾക്ക്, പിന്നെ ആ സിനിമയ്ക്കൊപ്പം നിന്ന ഒത്തിരി മരിച്ചുപോയ ആർട്ടിസ്റ്റുകളുണ്ട്, അവരുടെയൊക്കെ ഒരു പ്രാർത്ഥനയുണ്ട്. പിന്നെ ഒത്തിരി സന്തോഷം. ഇപ്പം ബോംബെ ജയിലിലേക്ക് അവാർഡ് ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാവരുടെയും ഒരു ടീം വർക്കിന്റെ ആണ്. നീറ്റലുണ്ടാക്കുന്ന സിനിമയായിരുന്നല്ലോ ഈ സൗദി വെള്ളയ്ക്ക്. അതിലെ ഉമ്മയും ഒക്കെ അവരുടെ ജീവിതവും അല്ലേ വല്ലാതെ നമുക്കൊരു അസ്വസ്ഥതയും സങ്കടവും ഒക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ സങ്കടങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരട്ടകളുടെ കാര്യം പറഞ്ഞു, അതിൽ ഞെട്ടിപ്പിച്ചുകൊണ്ട് ആനന്ദമായെങ്കിൽ നിങ്ങൾ നീറ്റി ഒരു വലിയ സന്തോഷത്തിലേക്കും അഭിമാന നേട്ടത്തിലേക്കും പോയിരിക്കുകയാണ്. ഇരട്ടെ സംവിധാനം ചെയ്ത രോഹിത് ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അടിപൊളി. അപ്പൊ നല്ല ദിവസമാണല്ലോ ഇന്ന്. അതും ഭയങ്കര സന്തോഷം. അല്ല, ഇപ്പൊ ഏത് സീൻ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഈ സന്തോഷ വാർത്ത വരുന്നത്? ലാലേട്ടന്റെ മുഖം ചെയ്തോണ്ടിരുന്നപ്പോ തന്നെയാണ് കേട്ടത്. അല്ല, ലാലേട്ടന്റെ മുഖമാണോ ഫ്രെയിമിൽ നിറഞ്ഞു നിൽക്കുന്നത് അല്ലേ? അതെ, ലാലേട്ടന്റെ മുഖം ഫ്രെയിമിൽ തൊട്ട് മുമ്പിൽ ഇരിപ്പുണ്ട്. അല്ല, ആരെങ്കിലും ഈ നിങ്ങളുടെ സിനിമയിൽ പങ്കെടുത്ത ആരെങ്കിലും വിളിച്ചോ, അതോ നമ്മളൊക്കെയാണോ, മാധ്യമങ്ങളാണോ ആദ്യം നിങ്ങളെ വന്നുകൊണ്ടിരിക്കുന്നു? അപ്പം മാതൃഭൂമി എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് കണക്ട് ചെയ്തതാണ്. അല്ല, ഞങ്ങൾക്കും നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. കാരണം സംസ്ഥാന പുരസ്കാരങ്ങൾ കഴിഞ്ഞ് മിനിറ്റുകൾക്കകമാണ് ദേശീയ പുരസ്കാരം വരുന്നത്. അപ്പോൾ അത് 2022 നേട്ടമാണ്. നമ്മൾ എല്ലാവരും പ്രേക്ഷകർ ഒരുപക്ഷെ കൺഫ്യൂഷൻ അടിക്കുന്ന സമയമാണ്. ഈ 2021 ചിത്രമാണോ 22 ചിത്രമാണോ എന്നൊക്കെ. അല്ല, ഈ പറയുന്ന വയനാട്ടിലെ നമ്മുടെ ഉരുൾപൊട്ടലൊക്കെ വന്ന സമയത്ത് പോലും മനുഷ്യന്മാർ ഒരുമിച്ച് പ്രവർത്തിച്ച സമയത്തും ആ സിനിമയുടെ വാചകം എല്ലാവരും ഏറ്റു പറഞ്ഞപ്പോഴൊക്കെ അതൊക്കെ തന്നെയാണ് ഈ അവാർഡുകളെക്കാളൊക്കെ വലിയ സന്തോഷം. പ്രേക്ഷകൻ സംസാരിക്കുന്നു. ശരിയാണ് തരുൺ. ഇപ്പോ സിനിമയുടെ ഒരു തരുണിൻ്റെതായ ഒരു ലോകം തീർത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നാണ് സൗദി വെള്ളക്കിൽ നിന്ന് നമ്മൾ കടന്ന് വലിയൊരു കൊമേഴ്സ്യൽ സെറ്റപ്പിലേക്ക് വരികയാണ് മോഹൻലാൽ ചിത്രത്തിലൂടെ. അപ്പൊ എങ്ങനെയാണ് ആ ജേണിയിൽ നിങ്ങൾക്ക് ഈ ഒരു ദേശീയ തലത്തിലെ പുരസ്കാരം ഒരു വലിയ ചലഞ്ചാണ്, വലിയൊരു ഭാരമാണ്, മര്യാദയ്ക്ക് സിനിമ ചെയ്യണട്ടോ എന്നും കൂടെ പറയാണ്. ഇല്ല, അങ്ങനെ ഭാരം എന്നുള്ളത് നമ്മളെല്ലാം, ഞാൻ എപ്പോഴും എന്റെ ടീമിനോട് പറയുന്നുണ്ട്, നമ്മൾ ഒരു ട്രസ്റ്റ് ദ പ്രോസസ്, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ വിശ്വസിക്കുക, അത് മുന്നോട്ട് പോവുക. അത് റിസൾട്ടുകൾ വിജയിക്കുമോ തിയേറ്ററിൽ പരാജയപ്പെടുമോ എന്നുള്ളതല്ല, നമ്മൾ അതിൻ്റെ ഓരോ ദിവസവും വർക്ക് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ സന്തോഷത്തോടെ ഉറങ്ങാൻ പറ്റുക. ആരെയും പറ്റിച്ചില്ല, ആരെയും വേദനിപ്പിച്ചില്ല എന്നുള്ള ഓർമ്മയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ ആർട്ടിനെ കാണുന്നുള്ളൂ. അപ്പൊ അങ്ങനെ വന്നതിൽ സന്തോഷം. അതിന്റെയൊക്കെ ഒരു അൾട്ടിമേറ്റ് സന്തോഷമാണ് സൗദി വിളക്ക് വരുന്നത്. നമ്മുടെ കർമ്മം ചെയ്യുക അല്ലേ, ഫലം എന്തായാലും അല്ലേ, പറയുന്ന പോലെ. അതിനപ്പുറത്തേക്ക് കൂടുതൽ ചിന്തകളൊന്നും ഒരു സിനിമ തിരക്കഥ വരുന്നു, ആ തിരക്കഥയ്ക്ക് എന്ത് വേണമെന്ന് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് ചെയ്യുക. ഇപ്പൊ ലാലേട്ടന്റെ തിരക്കഥ വരുമ്പോഴും അങ്ങനെ ആ കഥാപാത്രത്തിന് ചുറ്റുമുള്ള കഥാപാത്രത്തിന് എന്ത് കൊടുക്കണമെന്ന് ഓർക്കുക, അത് ചെയ്യുക. ഇനിയിപ്പോ ആ സിനിമ എന്നാണ് ഇപ്പോ പ്രേക്ഷകരുടെ ഒരു പ്രതീക്ഷയുടെ ലെവല് വീണ്ടും അങ്ങ് കൊടുമുടിയോളം ഉയരെ എത്തിക്കഴിഞ്ഞു? കാരണം 20 ദിവസങ്ങൾ കൂടി ഷൂട്ടിംഗ് പെൻഡിംഗ് ഉണ്ട്. ഷൂട്ടിംഗ് ലാലേട്ടൻ ഇമ്മീഡിയറ്റ് ഒന്ന് ജോയിൻ ചെയ്യും. പിന്നെ നമ്മളത് അതുമായിട്ട് മുന്നോട്ട് പോകണം. ഈ വർഷം തന്നെ റിലീസ് ചെയ്യാനുള്ള ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്. അല്ല, അതാണ് ഞാൻ പ്രേക്ഷകരുടെ പ്രതീക്ഷ അങ്ങ് ഉയരത്തിലേക്ക് എത്തും. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. തരുൺ പറഞ്ഞ പോലെ ചെയ്യാനുള്ളതങ്ങ് ആത്മാർത്ഥമായിട്ടൊക്കെ ചെയ്താൽ മതി. ലാലേട്ടന്റെ വിളി വന്നോ? ലാലേട്ടന്റെ വിളി വന്നില്ല. ലാലേട്ടൻ ഇവിടെ വിസ്മയിലുണ്ട് എന്ന് പറഞ്ഞു. വരുമായിരിക്കും, എന്തായാലും വരും. അപ്പൊ ഒന്ന് അങ്ങോട്ട് വിളിച്ചും പറയാലോ. അദ്ദേഹത്തിന്റെ സിനിമയുമായി ഒരു വലിയ ഭാഗ്യമാണ് തീർച്ചയായും. തരുൺ ഒരുപാട് സന്തോഷം, ഒരുപാട് അഭിനന്ദനങ്ങൾ. അടുത്ത സിനിമയും ഇതുപോലെ ഗംഭീരമാകട്ടെ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ആശംസകൾ, അഭിനന്ദനങ്ങൾ. താങ്ക് യു. ശരി.